നമ്മള് എന്താ പറയാ സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് ഹ്യൂമർ എന്ന് പറയില്ല. അതെ അതെ, അതിനെപ്പോഴും അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് പറയില്ല. അത് തിരയില് നമുക്ക് ധ്യാൻ ചേട്ടനെ നമ്മുടെ ഒരു ഫോമിൽ കണ്ടിട്ട് അതിനുശേഷം അത്രയും ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഈ മനുഷ്യന് ശരിക്കും കഴിവുണ്ടെന്ന് തെളിയിച്ചു തന്നതിന് ഒരുപാട് നന്ദി. ചോദിക്കാൻ ഈ കുൽസിത് പ്രിയനായിട്ടുള്ള ധ്യാൻ ചേട്ടനെയും സമാധാനപ്രിയനായിട്ടുള്ള ഒരുമിപ്പിക്കാന്നുള്ള ഐഡിയ അത് ഇത്ര വർക്ക് ആവുന്നത് എങ്ങനെയായിരുന്നു? ഇത്ര അല്ല, സത്യം പറഞ്ഞ എനിക്ക് ഉറപ്പ് വന്നത് ഇവർ ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ്. ഒരു ഐഡിയ ഉണ്ടായിരുന്നു, സത്യമാണ്. പക്ഷെ അല്ല, ഒരു തോന്നലുണ്ടായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ സിങ്കാവും. പിന്നെ ധ്യാന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ധ്യാന അപ്പുവിന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇന്റർവ്യൂ അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട്, അപ്പൊ ഒരു സിങ്ക് ഉണ്ട്. അപ്പൊ രണ്ടുപേരും സിങ്ക് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് പോയിക്കോളും തോന്നി. ആദ്യത്തെ ദിവസം തന്നെ അത് നടന്നു. ഈ ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, പിന്നെ അപ്പം ഏജ്ഡ് ആയിട്ടുള്ള പോർഷനിൽ പോലും ഇങ്ങനെ എന്താണ് ഡബ് ചെയ്യുമ്പോഴും പോലും ചെറിയ കഥപ്പും ഒരു ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടൊക്കെ അങ്ങനെ ഒരു ഡബിൽ പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരുന്നോ? ഞാനായിട്ടുള്ള അതൊക്കെ ഞാൻ ആകെ ഓടുന്ന ഒരു പടമാണ് വല്ലപ്പോഴും. എടാ ശ്രദ്ധിച്ചിരുന്നു കാര്യമായിട്ട്. അല്ല, ഞാൻ പറഞ്ഞ നമ്മള് കുറച്ച് ക്ലോസ് ടു ദ മൈക്ക്, നമ്മളിപ്പോ കുറച്ച് ബേസ് കിട്ടാനും പിന്നെ ഇപ്പൊ നമ്മളിങ്ങനെ ചെറിയ വ്യത്യാസം വരുമല്ലോ. നമ്മള് ക്ലോസ് മൈക്കിങ് പോകുന്ന സമയത്ത് വോയിസിൽ ചെറിയ വ്യത്യാസം വരും. അത് ആക്ച്വലി ഭയങ്കര പരിപാടിയൊന്നുമല്ല. ഏട്ടനപ്പം ക്ലോസ് മൈക്ക് ചെയ്യാൻ പറഞ്ഞ അടുത്ത് വെച്ചിട്ട് പിന്നെ ചെറുങ്ങനെ പുറത്തുനിന്ന് 2 സിഗരറ്റ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ബേസ് കൂടും. അതിന്റെ തന്നെ ആക്ട് ചെയ്യാൻ നേരത്ത് ബേസിക്കലി ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ ആ പൊസിഷനിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഡബിൽ വരാൻ നേരത്ത് ബേസിക്കലി അത് എങ്ങനെ ഫോളോ ചെയ്തിരുന്നു? അത് ഡിഫിക്കൽട്ട് ആണല്ലോ ബേസിക്കലി, പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടാ എനിക്കിതൊന്നും അറിയില്ല. എല്ലാ പടത്തിലും ഡബ് ചെയ്യുമ്പോ കിതപ്പുണ്ട്, അതിലൊക്കെ കട്ട് ചെയ്ത് കളയുന്നത്. ഇതിൽ മാത്രം വെച്ചതാ, മനസ്സിലായില്ലേ? ആമസോണിന്റെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യട്ടോ. എല്ലാവരും സെൽഫ് ട്രോൾ ചെയ്യുന്നുണ്ട്. മോഹൻലാലിന്റെ ഒരു ട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ഒരു ട്രോൾ ഉണ്ട്. എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും നേരിട്ടുള്ള ഈ ഫേവറിസം നെപ്പോട്ടിസത്തിൽ തന്നെ നിങ്ങൾ തന്നെ ട്രോളുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് മൊത്തം എൻഗേജിങ് ആവുന്നത് ഈ സെൽഫ് ട്രോൾ പരിപാടി കൊണ്ടാണ്. ആ ഐഡിയ അത് എങ്ങനെയാ രൂപപ്പെട്ടത്? അല്ല, അത് അങ്ങനെ സെൽഫ് റോൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും. നമുക്കിഷ്ടമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ. അത് തന്നെ, അവന്റെ മകൻ ഇവന്റെ മകൻ മറ്റവന്റെ മകൻ പോരെ. ഇത് രണ്ടും ഒന്നാണ്. സോറി. ഹൃദയം കഴിഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പ്രണവുമായിട്ട് ഒരു സിനിമയും കൂടി ചെയ്യുന്നു. അപ്പൊ ധ്യാനിന്റെ ഒരു ലൈഫ് ടൈം റോൾ എന്നൊക്കെ രീതിയിൽ നമ്മള് മനസ്സിലാക്കിയ ചേട്ടൻ റോളാണ്. ധ്യാൻ ചേട്ടനായിട്ടുള്ള ഒരു പടം ഉണ്ടാവും. ഇനി ദണ്ഡി യാത്ര ധ്യാന്റെ കൂടെ ഒരു സബ്ജക്ട്. ഇപ്പൊ അനിയനെ കുറിച്ച് മറ്റേ ഇന്റർവ്യൂ കണ്ടുന്ന കാര്യങ്ങൾ പറയും. ഇപ്പൊ അനിയനെ കുറിച്ചുള്ള ഒരു അഭിമാന നിമിഷം എന്താണ് പറയുന്നത്? അങ്ങനെ ചോദിച്ചു, പെട്ടെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയാ. നല്ല അഭിപ്രായമാണ്. അല്ല, അവൻ നന്നായി ചെയ്തിട്ടുണ്ട്. ധ്യാനം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട്. സിനിമാറ്റോഗ്രാഫർ വിശ്വൻ ഇവിടെ ഇല്ല. പിന്നെ അപ്പു ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ, റോണെക്സിന്റെ മേക്കപ്പ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കാരണം ധ്യാനടക്കം ആ മേക്കപ്പ് കറക്റ്റായിട്ട് ക്രാക്ക് ആയപ്പോഴാണ് ധ്യാനം അപ്പോഴാണല്ലോ നമുക്ക് ആ കോൺഫിഡൻസ് കറക്റ്റായിട്ട് കിട്ടുക. ഇത് പുള്ളി ചെയ്യാൻ പറ്റും. ഇവരാണ് എന്താ പറയാ, ഈ ഓൾഡർ ഏജ് പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിയാവോ. ഇതാണ് നമ്മളോട് എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നത്. നമ്മളും ആലോചിച്ചിരുന്നു ഇത് ശരിയാവോ, കാരണം നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ഡിസിഷൻ ആയിരുന്നു. ഇപ്പൊ ഈവൻ ട്രെയിലർ വിടുമ്പോൾ പോലും നമ്മൾ ധ്യാന്റെ മാത്രം വിട്ടിട്ട് അപ്പുവിൻ്റെ ഹോൾഡ് ചെയ്ത് വെച്ച് അതും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യമാണ്.
അതുകൊണ്ടാണ്. കാരണം ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ യങ് ആയിട്ടുള്ള ആൾക്കാരെ പ്ലേ ചെയ്തിട്ടുള്ളത്. അത് റോണെക്സ് ഒരു വലിയ ഒരു ടാസ്ക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദിവ്യയുടെ കോസ്റ്റ്യൂം, വിശ്വന്റെ സിനിമാറ്റോഗ്രാഫി, ശ്രിക് വാര്യറിന്റെ കളർ ഗ്രേഡിങ്, നമ്മുടെ സിംഗ് സിനിമയുടെ സൗണ്ട് ഡിസൈൻ. എൻ്റെ അമ്മോ, ഞാൻ ആക്ച്വലി പടം സൗണ്ട് ഡിസൈനിന് മുമ്പ് ബ്ലാങ്ക് ആയിട്ട് കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സച്ചിൻ അതിൻ്റെ മുകളിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത് ശരിക്കും. അപ്പോൾ സച്ചിൻ, താങ്ക് യു സോ മച്ച്. ജേക്കബിന്റെ സ്വർഗരാജൻ തൊട്ട് എൻ്റെ കൂടെ ഉണ്ട്. ചെറിയ ചെറിയ ലാഗുകളൊക്കെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സച്ചിനാണ്. അതിന് അപ്പോൾ എൻ്റെ എല്ലാ ട്രേഡ് സീക്രട്സും അറിയുന്ന ഒരാളാണ് സച്ചിൻ.